ഹലോ നമസ്കാരം. സി ബി മുളനിക്കടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് കറുത്ത കളറിൽ ചെറിയൊരു സാധനം ഇരിപ്പുണ്ട്. അത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ക്യാമറയാണ്. 1938-42 കാലഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന അമേരിക്കൻ നിർമ്മിതമായ ക്യാമറയാണ്. അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നത് സിൽക്ക് നോട്ട്, അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നത് സ്വർണ്ണം കൊണ്ടുള്ള നോട്ട്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇത് ഞാൻ എൻ്റെ കളക്ഷനിൽ വെച്ചിരുന്ന സാധനങ്ങളാണ്. അതുകൂടാതെ മറ്റ് ചില നോർമലായിട്ടുള്ള ക്യാമറകളൊക്കെ ഇരിക്കുന്നു. ഈ ക്യാമറകൾ എൻ്റെ കയ്യിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പലർക്കും അറിയാം. ശിലാ സന്തോഷാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അതിന് പകരം തന്ന സാധനമാണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പം നമ്മൾ പണ്ട് വെയിറ്റൊക്കെ തൂക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ത്രാശില്ലേ, എൻ്റെ ഒരു റയർ പീസായിട്ടൊരു ത്രാശ് എനിക്ക് പകരം തന്നിട്ട്, ഇത് മാത്രമല്ല മറ്റു ചില സാധനങ്ങളൊക്കെ പകരം തന്നു. എന്നിട്ട് ഈ ക്യാമറ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് എന്നെ ഞെട്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ക്യാമറയുടെ പടമുള്ള ഒരു പത്ര കട്ടിങ് ഉണ്ട്. അതായത് ഈ ക്യാമറ വിൽക്കാൻ പരസ്യം ചെയ്തിരിക്കുന്ന, അന്നത്തെ കാലത്തെ പരസ്യം ചെയ്തിരിക്കുന്ന ഒരു പത്ര കട്ടിങ് ഉണ്ട്. ഈ പത്ര കട്ടിങ് കണ്ടിട്ട് ഈ ക്യാമറ എൻ്റെ കയ്യിൽ, ഞാൻ ഇത് കൊടുക്കാനല്ലെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. കാരണം കൊടുത്തേ പറ്റൂ, ഞങ്ങൾ അങ്ങനെയുള്ള ബന്ധമായതുകൊണ്ട് കൊടുത്തേ പറ്റൂ. എനിക്ക് പകരമായിട്ട് തരുന്ന പല സാധനങ്ങളാണിത്. ഇത് പ്രത്യേകതര അരിയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എനിക്ക് പകരം തരുന്നത്. കാരണം ഞാൻ കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഫുള്ളി വെജിറ്റേറിയനാണ്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ട നല്ല കുറച്ച് സാധനങ്ങളൊക്കെ പുള്ളി എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുതരും. ആ കഥ അവിടെ നിൽക്കട്ടെ, അടുത്ത കഥയിലേക്ക് കടക്കാം. ഒരുപാട് നാൾ ശേഷമാണ് നമ്മൾ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല, അതുകൊണ്ട് തന്നെയാണ് അൺബോക്സിംഗ് ഒന്നും ഇല്ലാത്തത്. പക്ഷേ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നുകയും ഞാനത് വാങ്ങിക്കുകയും ചെയ്തു. യൂറോ കോയിൻസ് പൊതുവേ ഞാൻ കളക്ട് ചെയ്യുന്ന വ്യക്തിയല്ല. യൂറോ കോയിൻസ് ഒന്നും തന്നെ അങ്ങനെ കളക്ട് ചെയ്യാറില്ല. പക്ഷേ ഈ കാണുന്ന യൂറോ കോയിൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു യൂറോ കോയിൻ ഞാൻ കളക്ട് ചെയ്ത്. ക്രൊയേഷ്യ എന്ന രാജ്യം, ക്രൊയേഷ്യ എനിക്ക് 2 തവണ പോകാൻ സാധിച്ചിട്ടുണ്ട്. അവരിറക്കിയ യൂറോ കോയിൻ്റെ 50 സെൻറ്റിൻ്റെ ഒരു കോയിനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വ്യക്തിയെ മനസ്സിലാവും, ഈ വ്യക്തിയുടെ പേര് മനസ്സിലാവും. ഇപ്പോൾ ഇങ്ങനെ പടത്തിൽ കണ്ട ഒരുപക്ഷെ മനസ്സിലായെന്ന് വരില്ല. നിക്കോള ടെസ്ല, വളരെയധികം ഫേമസ് ആയിട്ടുള്ള നിക്കോള ടെസ്ല. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ടെസ്ല എന്ന കാറ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ടെസ്ല എന്ന കാറ്, ആ ഒരു പേര് വരാൻ കാരണം തന്നെ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കാൾ കൂടുതൽ പല കണ്ടുപിടുത്തങ്ങൾക്കും ഇദ്ദേഹം പ്രചോദനമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ഇലക്ട്രിക് എഞ്ചിനീയറാണ്. പല 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 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കറൻസി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ കറൻസി ഞാനിങ്ങനെ പേഴ്സണാലിറ്റി കറൻസികൾ കളക്ട് ചെയ്യുന്നുണ്ട്. പല പല പേഴ്സണാലിറ്റിയുടെ ആ ഒരു ഡീറ്റെയിലിങ്ങോട് കൂടിയ കറൻസികൾ ഇതുപോലെ ഇപ്പോൾ ഈ കാണുന്നുണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തോന്നി അവരുടെ പേരിൽ എന്തെങ്കിലും നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ കളക്ട് ചെയ്ത് ആഡ് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ഇത് ആഡ് ചെയ്ത ഒരു സംഭവമാണ്. ഇനി അടുത്തായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്ന മറ്റൊരു സാധനമാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോമൺലി ഇതിന് പറയുന്നത് റിംഗ് മണി എന്നാണ്, അല്ലെങ്കിൽ എന്താ പറയുക, റിംഗ് പോലെ ഇരിക്കുന്ന നാണയം. നിങ്ങൾ ഈ കാണുന്നതാണ്. ഇന്നത്തെ മലേഷ്യയുടെ ഭാഗമായ ചില സ്ഥലങ്ങളിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു തരം കോയിനാണ് ഈ കാണുന്നത്. ഇതിന് പല പേരുകളുണ്ട്. റിംഗ് മണി എന്ന് പറയും, കോക്ടെയിൽ മണി എന്ന് പറയും, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മണ്ണിൽ അതിൻ്റെ ഒരു അച്ചുണ്ടാക്കിയിട്ട് അതിലേക്ക് ലെഡോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉരുക്കി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.